പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സ് 25 നാം ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടെ സഭ ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. അതേ തുടർന്ന് അപ്പോസ്തോലന്മാരാൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. ക്രമേണ ആളുകൾ യേശുവിൽ വിശ്വസിച്ച് സഭയുടെ എണ്ണം പെരുകി വരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവർ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടുകയും പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുകയും ധാരാളം ആളുകൾ രോഗികളെയും പലവിധ ദീനവും വ്യാധിയും പൈശാചിക ശക്തിയും ഒക്കെ ഉള്ളവരെ കൊണ്ടുവരികയും വിടുതൽ പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പത്രോസ് യാത്ര പോകുമ്പോൾ വഴിയിൽ രോഗികളെ കൊണ്ട് കിടത്തുകയും പത്രോസിന്റെ നിഴലെങ്കിലും അടിച്ചാൽ സൗഖ്യം വരും, ആ ഒരു നിലയിൽ വളരെ അത്യത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇത് ദൈവാലയത്തിലെ മഹാപുരോഹിതന്മാർക്കും സേനാനായകന്മാർക്കും അസൂയ ജനിപ്പിച്ചു. ഇവരോട് ഭയങ്കരമായ ശത്രുത ഉളവായി. അങ്ങനെ ഇവരെ പിടിച്ച് പൊതു തടവിലാക്കി. അങ്ങനെ പൊതു തടവിലാക്കിയ സമയത്ത് ഇതാ സ്വർഗത്തിലെ ദൂതൻ വന്ന് ഈ തടവറയിൽ നിന്നും ഇവരെ തുറന്നു വിട്ടിട്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും പറയുകയാണ്, നിങ്ങൾ ദൈവാലയത്തിൽ പോയി ഉപദേശിക്കണം. ഈ ദൈവദാസന്മാർ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അതേസമയം മഹാപുരോഹിതനും സേനാനായകനും ഒക്കെ ഇവരെ വിളിച്ചു കൊണ്ടുവരുവാൻ തങ്ങളുടെ പടയാളികളെ അയച്ചപ്പോൾ അവർ മടങ്ങി വന്ന് പറഞ്ഞത്, ഇതാ കാവൽക്കാർ അവിടെ നിൽക്കുന്നു, തടവറ ശരിക്കും പൂട്ടി കറക്റ്റായിട്ടുണ്ട്, പക്ഷേ തുറന്നു നോക്കിയപ്പോൾ തടവുകാർ അതിൽ ഇല്ല. ഇവർക്ക് പരിഭ്രമമായി ഇതെന്തായി തീരും എന്നുള്ളത് അവരുടെ ഉള്ളിൽ ഭാരമായ സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞ വിവരമാണ് ഈ ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. അവർ വന്ന് പറയുകയാണ്, നിങ്ങൾ തടവിലാക്കിയവർ ഇതാ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കുന്നു. ഈ ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, ദൈവനാമത്തെ, ദൈവവചനത്തെ, ദൈവവേലയെ പിടിച്ചു കെട്ടുവാൻ, തടഞ്ഞു വെക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. താൽക്കാലികമായി തടവറയിലാക്കാം, പിടിച്ചു കെട്ടാം, ഒരു താൽക്കാലിക സമരം വരുത്താം. എന്നാൽ സ്വർഗത്തിലെ ദൈവം തടവിലാക്കിയവരറിയാതെ, കാവൽ നിന്നവരറിയാതെ
വിടിവിക്കേണ്ടവരെ വിടിവിക്കുന്നവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ചില വ്യക്തിപരവും കുടുംബപരവും നിങ്ങളുടെ സാമ്പത്തികപരവും ആരോഗ്യപരവുമായ വിഷയത്താൽ വ്യാകുലപ്പെട്ട് വേദനയിലും നിരാശയിലുമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? സഹോദരങ്ങളെ, നമ്മളുടെ ആവശ്യങ്ങൾ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ കൃത്യമായും വ്യക്തമായും അറിയാവുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് പിശാച്, നമ്മുടെ ശത്രു, നമ്മോട് അസൂയയുള്ളവർ നമ്മെ എവിടെ തടഞ്ഞു വെച്ചോ, പിടിച്ചു കെട്ടിയോ, ഒതുക്കി നിർത്തിയോ, ഒറ്റപ്പെടുത്തിയോ അവിടെ നിന്ന് വിടുവിക്കുകയും നമ്മുടെ ശുശ്രൂഷയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് മടക്കിക്കൊണ്ട് വരികയും ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചന ഭാഗം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ആരും അതിൽ മനസ്താപപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ ശത്രുവിന് താൽക്കാലികമായി നമ്മെ ഒന്ന് തടസ്സപ്പെടുത്താൻ പറ്റി എന്ന് വന്നേക്കാം. പക്ഷേ ആത്യന്തിക വിജയം ദൈവമക്കൾക്കാണ്. ഇതാ ഈ ദൈവദാസന്മാർ ഒട്ടും ഭയപ്പെടാതെ പേടിക്കാതെ ശക്തമായി ദൂതൻ അവരോട് പറഞ്ഞത് തന്നെ അവർ പോയി ചെയ്തു. അല്ല, ഇനി ഞങ്ങളെ പിടിച്ചകത്തിടും, ഞങ്ങൾക്ക് ബുദ്ധിയില്ലയോ, ഇനി അങ്ങനെ ചെയ്യണമോ, ഒരു മറുചോദ്യം ചോദിച്ചില്ല. തങ്ങളുടെ ജീവനെ കുറിച്ച് ഭയവുമില്ല, ദൈവത്തെ ഒട്ട് സംശയവുമില്ല. അവരുടെ ശുശ്രൂഷ നിർബാധം തുടരുകയായിരുന്നു. ആകയാൽ ദൈവമക്കളെ, തടസ്സങ്ങളും പ്രശ്നങ്ങളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ വന്നേക്കാം. അതിന്റെ കാഠിന്യം പല വിധങ്ങളിൽ ഏറിയും കുറഞ്ഞു വരുന്നേക്കാം. പക്ഷേ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം ചെയ്യുക. വചനം പറയുന്നു, അഴുക്കാടുന്നവൻ അഴുക്കാടിക്കൊണ്ടേയിരിക്കും, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ശുശ്രൂഷ നാം നിറപടിയായി ചെയ്യുമ്പോൾ നമ്മെ മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഏതുവിധ മാനസിക, ശാരീരിക, സാമ്പത്തിക, കുഞ്ഞുങ്ങളെ ഓർത്തോ, കുടുംബങ്ങളെ ഓർത്തോ, ജോലിയെ ഓർത്തോ, എന്തിനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ആരെന്നെ കേട്ടുകൊണ്ടിരുന്നാലും സ്വർഗത്തിലെ ദൈവം ഇന്ന് താങ്കളോട് വളരെ ശക്തമായി ദൈവിക അരുളപ്പാട് അറിയിക്കുന്നു. പ്രിയ ദൈവപൈതലേ, ഭാരപ്പെടേണ്ട. നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പൊതു തടവിൽ പത്രോസും സഹ അപ്പോസ്തലന്മാരും ആയത് അറിഞ്ഞ് ഇടപെട്ടതുപോലെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട്. മാനസികമായി ചില സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവെന്ന് തമ്പുരാൻ അറിയുന്നു. അതിന് തക്ക ദൂതനെ സ്വർഗത്തിലെ ദൈവം അയക്കും. അതെ, കാവൽ നിൽക്കുന്ന കാവൽക്കാര് പോലും അറിയാതെ തമ്പുരാൻ അവിടുന്ന് വിടുവിക്കും. അതെ, കാവൽക്കാര് സൂക്ഷ്മമായി കാവൽ നിൽക്കുകയാ. പക്ഷെ എന്തിനാ? അവരുടെ ഡ്യൂട്ടി എന്താണ്? തടവുകാരെ സംരക്ഷിക്കാനാ. പക്ഷേ തടവുകാർ അതിനകത്തില്ല. അതേ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ശക്തികളൊക്കെ ഇത്രയേ ഉള്ളൂ. തമ്പുരാൻ ഇറങ്ങിത്തിരിച്ചാൽ ഈ ലോകത്തിന് ഒരു തടവറയോ ശക്തിയോ സാമ്പത്തിക സ്രോതസ്സുകളോ രാഷ്ട്രീയ ശക്തികളോ ആൾബലങ്ങളോ ഒന്നും ഒരു ദൈവ പൈതലിനെ സ്പർശിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നിങ്ങൾ ജോലിയിൽ ചില പ്രയാസം നേരിടുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായി പ്രതികൂലങ്ങൾ നേരിടുന്നുണ്ടോ? കുടുംബത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അത്യാഹിതങ്ങൾ നേരിട്ടതിൽ മനം തകർന്ന് ഇപ്പോഴും അതിൽ നിന്നും പുറത്തു വരാതെ ഭാരപ്പെടുന്നവരാണോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കുന്ന ദൈവമാണ്. ആരും അറിയാതെ അതിൽ നിന്ന് വിടുവിക്കുകയും നിങ്ങളെ എവിടെയാക്കണമെന്ന് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടോ അവിടെ കൊണ്ട് നിർത്തുന്ന ദൈവമാണ്. അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, ദൈവാലയത്തിന്റെ സേനാനായകരോടും മഹാപുരോഹിതനോടും ഒരാൾ ഓടി വന്ന് പറയാണ്,
നിങ്ങൾ തടവിലാക്കിയവർ ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മളെ ഏത് നിലയിൽ എവിടെയാക്കണം, എവിടെ ഉയർത്തണം, എവിടെ അനുഗ്രഹിക്കണം, ഏത് നിലയിൽ എത്തിക്കണമെന്ന് തമ്പുരാൻ അറിയാം. അതനുസരിച്ച് ദൈവം നമുക്ക് വേണ്ട വാതിലുകളെയും വഴികളെയും തുറന്ന് തടസ്സങ്ങളെ മാറ്റി പുതുവഴി തുറക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേലും സ്വർഗീയ വാതിൽ തുറന്ന് തന്റെ ദൂതനെ അയച്ച് നാം കടന്നു പോകുന്ന എത്ര ദുർഘടമാണെങ്കിലും, എത്ര കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും, എത്ര കണ്ണുനീരിന്റെ താഴ്വരയാണെങ്കിലും അതിൽ നിന്ന് വിടുവിച്ച് ക്ഷേമത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവഹിതമനുസരിച്ച് നടത്തുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അങ്ങനെ ഈ ദിനം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി കർത്താവിനെ സേവിപ്പാൻ ഇടയാകട്ടെ. അതിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദാസനായ പത്രോസിനെയും കൂടെയുള്ള അപ്പോസ്തലന്മാരെയും ശത്രു, അന്നത്തെ അധികാരവർഗം അസൂയ പൂണ്ട് പൊതു തടവിലാക്കിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരെ അവിടെ നിന്ന് ആരും അറിയാതെ പുറത്തു കൊണ്ടുവരികയും അവരുടെ ശുശ്രൂഷ അവരുടെ ദൈവാലയത്തിൽ തന്നെ ചെയ്യിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ വഴിയെക്കുറിച്ച് ഇത് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി, പ്ലാൻ എത്രയോ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അത് തടയുവാൻ, അതിന് വിഘ്നം വരുത്തുവാൻ ശത്രു പല പദ്ധതികൾ ഇടുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതനെ അയക്കുന്നുവെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, വിഷമങ്ങൾ, അവിടെയെല്ലാം തമ്പുരാൻ ഇടപെടണമേ, ദൂതനെ അയക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന് ദിനമാക്കണം, ദൈവകൃപയുടെ ദിനമാകണം. സ്വർഗീയ നന്മകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, പത്രോസിനെയും കൂടെയുള്ള അപ്പോസ്തലന്മാരെയും വിളിച്ചിറക്കിയ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവർക്ക് ഒരു പ്രതികൂലം നേരിട്ടാലും ആരും അറിയാതെ അതിൽ നിന്ന് വിടുവിക്കുകയും തന്റെ ശുശ്രൂഷ നിരന്തരമായി തുടരുവാൻ പദ്ധതി ഒരുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കാര്യങ്ങൾ യഥാസമയം ഒരു മുടക്കവും കൂടാതെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളാലും സ്വർഗീയ കൃപകളാലും നിറച്ച് സ്വർഗീയ ദൂതന്മാരാൽ കരം പിടിച്ച് വഴി നടത്തട്ടെ. അതിന് നമ്മെ തന്നെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.